താരസംഘടനയായ AMMയിലെ പ്രശ്നങ്ങൾ അതിപ്പോ മാഫിയ ബന്ധത്തിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വരികയാണ്. ഇന്നലെ അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി കൊടുത്തിരുന്നു പലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ. അവർ തന്നെ കുറിച്ച് മോശമായ രീതിയിൽ യൂട്യൂബേഴ്സ് വഴി വ്യാജ പ്രചാരണം നടത്തി എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെയും അൻസിബ പാലിച്ചിരുന്ന മൗനം എന്തായിരുന്നു എന്നുള്ളത് പൊളിച്ചടക്കിക്കൊണ്ട് രംഗത്ത് വരികയാണ്. അൻസിബയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ സുഹൃത്തായിട്ടുള്ള മിഥിലാജ് അബ്ദുൾ എന്ന് പറയുന്ന ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ. ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ സിനിമാ മേഖലയിലെ ചില വ്യക്തികളെ കുറിച്ചും പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഈ മാഫിയ സംഘങ്ങളുമായിട്ട് ലക്ഷ്മിപ്രിയയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ മിഥിലാജ് ആരോപിക്കുന്ന ഒരു കാര്യം. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവില് ലക്ഷ്മിപ്രിയ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തുന്നു എന്നുള്ളതാണ് അൻസിബയ്ക്ക് വിവരം ലഭിച്ചതായിട്ടും ഈ വിവരം അൻസിബയ്ക്ക് ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അൻസിബയോട് ഇവർക്ക് വ്യക്തിവൈരാഗ്യം തോന്നി തുടങ്ങിയത് എന്നതുമൊക്കെയാണ് ഈ ഒരു പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന കാര്യം. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പരാതിയുടെ പൂർണ്ണ രൂപവും മിഥിലാജ് എന്ന് പറയുന്ന അൻസിബയുടെ സുഹൃത്ത് പങ്കുവയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. നേരത്തെ ലക്ഷ്മിപ്രിയ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അൻസിബ പരാതി കൊടുത്തു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം സത്യത്തിൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ലക്ഷ്മിപ്രിയ പോകേണ്ടിയിരുന്നു എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ, അതും അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. സത്യത്തിൽ ഈ AMMയുടെ 4 ചുവരുകൾക്കുള്ളിൽ തീരേണ്ട വിഷയമാണ്. ഈ വിഷയത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ മാഫിയ ബന്ധത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. എന്തായാലും മിഥിലാജ് അബ്ദുൾ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്. അൻസിബ, സത്യം മറച്ചുവെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിലെ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? ലക്ഷ്മിപ്രിയയുമായിട്ടുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാകണം. റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറന്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത് മുതലാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു എന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരം ഒരു കേസിന് മുതിർന്നത്? തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായിട്ടുള്ള ആശാ തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതൽ ആണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തു പറഞ്ഞില്ല? അൻസിബ, ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്, നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായിട്ട് കാത്തു നിൽക്കാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തു വിടുകയാണ്. ഇതാണ് അൻസിബയുടെ സുഹൃത്തായിട്ടുള്ള മിഥിലാജ് അബ്ദുളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ വലിയ ഒരു തലത്തിലേക്ക് ഈ ഒരു വിഷയത്തെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കുകയാണ്. ഈ റാസൽ ഖൈമ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘം ആരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? കാരണം ഇത്തരം കാര്യങ്ങൾ പുറത്തു വരേണ്ടത് തന്നെയാണ്. ഇവര് ഒരുപാട് പരിപാടികൾ, ഒരുപാട് പ്രോഗ്രാംസുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ
അടക്കം പോകുന്നതാണ്. നടീനടന്മാരാണ്, അവർക്ക് പ്രോഗ്രാംസ് വരുമ്പോൾ പോകണം, അതിനൊന്നും എതിർപ്പ് പറയാനില്ല. പക്ഷേ ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ പണ്ട് മുതലേ തന്നെ ഈ സിനിമാ മേഖലയുമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. ഈ സിനിമാ മേഖലയുമായിട്ട് പ്രചരിച്ചിട്ടുള്ള പല ആരോപണങ്ങളുടെ ഒരു ഭാഗം മാത്രമായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് എത്താനുള്ള ഒരു കാരണം. ഈ കാരണവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും തന്നെ പുറത്തു വന്നിട്ടില്ല. അത് പിച്ചി ചീന്തി നുള്ളി അടർത്തി മാറ്റി അതിന്റെ പപ്പും പൂടയും എല്ലാം കളഞ്ഞിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഇതുവരെയും പുറത്തു വന്നത്. അതിനുശേഷമോ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. ഇനി ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷ്മി പ്രിയയ്ക്ക് എന്താണ് ഇടപാട്? ലക്ഷ്മി പ്രിയ ഇത് വ്യക്തമാക്കണം. കാരണം ഒരു ഫോട്ടോ അയച്ചതിന്റെ പേരിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പീഡനം വാങ്ങേണ്ടി വന്നു, മർദ്ദനം വാങ്ങേണ്ടി വന്നു എന്നായിരുന്നു ലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത്രയും മോശം ഒരു ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ എടുത്തിട്ടില്ല, തൻ്റെതല്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുകയാണ് വേണ്ടത്. അത് അയച്ചു കൊടുത്തു എന്നതിന്റെ പേരിലാണ് ലക്ഷ്മി പ്രിയ ഇപ്പോൾ അൻസിബയ്ക്കെതിരെയൊക്കെ പരാതി നൽകാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. നേരെ തിരിച്ച് ഇത് തന്റെ ഫോട്ടോയല്ല, തന്റേതല്ലാത്ത ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്നു, ഇതുമൂലം തന്റെ കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് എന്തിനാണ് അവിടേക്കുള്ള ക്ഷണം അൻസിബ നിരസിച്ചത് എന്നുള്ളത് കൂടി ഇപ്പോൾ അൻസിബ പുറത്തേക്ക് പറയേണ്ടി വരും. ഈ പുറത്തേക്ക് പറയുമ്പോൾ ഇത് ഇവിടെ ഒരു മതമായി കൂട്ടിക്കലർത്തിക്കൊണ്ടും രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തിക്കൊണ്ടും ഒരു സംഘടനയിൽ, അതും ഒരു താര സംഘടനയിലെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു പ്രൊപ്പഗാൻഡയാണോ? ഇത് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന മതങ്ങളായാലും രാഷ്ട്രീയമായാലും ഒക്കെ ഇതൊരു പ്രൊപ്പഗാൻഡ വിഷയമായിട്ട് മാറ്റാനാണോ ശ്രമിക്കുന്നത്? അതോ ഈ രണ്ട് നടിമാരും തമ്മിൽ ജനങ്ങളെ വെച്ചുകൊണ്ട് കളിക്കുകയാണോ? അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം എന്താണ്? അൻസിബ പറഞ്ഞതിലെ സത്യം എന്താണ്? ലക്ഷ്മി പ്രിയ പറഞ്ഞതിലെ സത്യം എന്താണ്? നെല്ലും പതിരും തിരിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പൊതുസമൂഹത്തിലേക്ക് ഒരു താര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് എറിയുമ്പോൾ അത് ഒരു പ്രൊഫഷനെ മുഴുവനായിട്ടും എന്താ പറയാ, ഏറ്റവും മോശമായി ഉതകുന്ന തരത്തിലേക്കാണ് വീണ്ടും പോകുന്നത്. പലപ്പോഴായിട്ട് നമുക്കറിയാം, സിനിമാ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് റൂമേഴ്സ് ഒക്കെ വരാറുണ്ട്. ഇത് ഒരു ചെവി കൂടി കേട്ട് ഒരു ചെവി കൂടി കളയുകയാണ് സാധാരണ പൊതുജനം ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിലേക്ക് രാഷ്ട്രീയവും മതവും ഒക്കെ കയറി വരുമ്പോൾ അത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്നതല്ല. അതുമല്ല, അത് പൊതുസമൂഹത്തിന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചൊരു വിഷയമായിട്ട് കൊണ്ടുവരേണ്ട സാഹചര്യവുമില്ല. ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ റാസൽ ഖൈമയിലെ ആ കേന്ദ്രവും അവിടെ വന്നിട്ടുള്ള പെൺകുട്ടികള്, ചില വ്യക്തികള്, ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പ്രിയയ്ക്ക് ബന്ധമുണ്ടോ? ഇതെല്ലാം തെളിയിക്കപ്പെടേണ്ട ഒരു വസ്തുതയായിട്ട് മാറുകയാണ്.